തിരുവനന്തപുരം മൃഗശാലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ബംഗാൾ കടുവ ബബിതയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. അപൂർവ ചികിത്സാ വെല്ലുവിളികൾക്കിടയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ചികിത്സ തുടരുകയാണ്. മാസങ്ങൾക്ക് മുൻപ് രോഗം സ്ഥിരീകരിച്ചെങ്കിലും ചികിത്സാ മാർഗങ്ങൾ പരിമിതമായതിനാൽ ഇതുവരെ പാലിയേറ്റീവ് പരിചരണമാണ് നൽകിയിരുന്നത്. ബബിത എന്ന ബംഗാൾ കടുവയുടെ വയറിനുള്ളിൽ കടുത്ത നീർക്കെട്ടും വിശപ്പില്ലായ്മയും കണ്ടതിനെ തുടർന്ന് മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ കണ്ടെത്തിയത്. ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന മീസോത്തിലിയൻ സ്തരത്തിലാണ് അഡിനോ കാർസിനാമ എന്ന ക്യാൻസർ ബാധിച്ചത്. പടർന്നു പിടിക്കുന്ന ക്യാൻസർ ആയതിനാൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാനും സാധിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ബബിതയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെയാണ് കീമോതെറാപ്പി ആരംഭിച്ചത്. കാർബോപ്ലാറ്റിൻ എന്ന കീമോതെറാപ്പി മരുന്നാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. 2024 മാർച്ചിലാണ് സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ബംഗാൾ കടുവയെ വനം വകുപ്പ് പിടികൂടിയത്. തുടർന്ന് പുനരധിവാസത്തിനായി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.